തെരഞ്ഞെടുപ്പ് ഏതായാലും സ്ഥാനാർത്ഥികൾക്ക് അവരുടെ ചിഹ്നം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. വോട്ടേഴ്സിൻ്റെ മനസ്സിൽ ഈ ചിഹ്നം പതിപ്പിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് കോട്ടയം എലിക്കുളം പഞ്ചായത്തിലെ ഒരു സ്ഥാനാർത്ഥി ഒരു വ്യത്യസ്ത മാർഗം കണ്ടുപിടിച്ചു. അദ്ദേഹം ചിഹ്നം തലയിൽ ചുമന്നുകൊണ്ടാണ് വോട്ട് ചോദിക്കാൻ ഒരു വീട്ടിലും കയറുന്നത്. അതായത് ചിഹ്നം തലച്ചുമടായി കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥി. ഇതാണ് എലിക്കുളം പഞ്ചായത്തിലെ 5-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി മാത്യൂസ് പെരുമനങ്ങാട്. പ്രചരണ രംഗത്ത് വ്യത്യസ്തനാകാൻ എന്തും ചെയ്യും ഈ സ്ഥാനാർത്ഥി. ഇത്തവണ തന്റെ ചിഹ്നമായ TV തലയിൽ ചുമന്നുകൊണ്ടാണ് മാത്യൂസ് വോട്ട് ചോദിക്കുന്നത്. ഇതിനോടകം തന്റെ വാർഡിലെ ഭൂരിഭാഗം വീടുകളിലും TV തലയിൽ ചുമന്നുകൊണ്ട് വോട്ട് ചോദിച്ചെത്തി. തന്റെ ചിഹ്നം വോട്ടർമാരുടെ മനസ്സിൽ ഉറപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം ഇതാണെന്നാണ് മാത്യൂസ് പറയുന്നത്. കൗതുകമല്ല ഇത്. സത്യം പറഞ്ഞാൽ TV എൻ്റെ തലയിൽ വെച്ചിരിക്കുന്നത് തന്നെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ട് ആ ഉത്തരവാദിത്ത ബോധത്തോടെയാണ് ഞാൻ TV തലയിൽ വെച്ചിരിക്കുന്നത്. 2015-ലും 2020-ലും സമാനമായ രീതിയിൽ ചിഹ്നങ്ങളുമായി വീട് കയറിയിട്ടുണ്ട് മാത്യൂസ്. ആദ്യം ഞാൻ മത്സരിച്ച് ജയിച്ച വാർഡായിരുന്നു ഈ വാർഡ്. അവിടെയാണ് വീണ്ടും ഞാൻ മത്സരിക്കുന്നത്. അന്ന് എൻ്റെ ചിഹ്നം ബൾബായിരുന്നു, ബൾബ്. അപ്പോൾ ഈ ബൾബുമായിട്ട് ഞാൻ ഓരോ വീട്ടിലും കയറി ഇതാണ് എൻ്റെ ചിഹ്നം, ഇതാണ് ചിഹ്നം എന്ന് പരിചയപ്പെടുത്തി. ഇത് കഴിഞ്ഞ് 2020 ഞാൻ വേറെ അടുത്ത വാർഡിലായിരുന്നു മത്സരിച്ചത്. അവിടെ എൻ്റെ ചിഹ്നം ഫുട്ബോളായിരുന്നു. അതുപോലെ ഈ ഫുട്ബോളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫുട്ബോളും കൊണ്ട് ഓരോ വീട്ടിലും കയറി ഫുട്ബോളാന്ന് പറഞ്ഞിട്ട് ഞാൻ പരിചയപ്പെടുത്തി. അപ്പോൾ അത് കഴിയുമ്പോൾ അങ്ങനെ പരിചയപ്പെടേണ്ട കാര്യം നമ്മൾ ഈ സാധനം നേരിട്ട് കാണിക്കുമ്പോൾ വോട്ടർമാരുടെ മനസ്സിൽ ഇത് ഉറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് TV ഇത് ചുമക്കാൻ ഇച്ചിരി പാടാണെങ്കിലും അടുത്ത എൻ്റെ ചിഹ്നം TV ആയതുകൊണ്ട് ഇപ്പം TV ആയിട്ട് ഇന്നലെ മുതൽ ഞാൻ പ്രവർത്തനം ആരംഭിച്ചു. നാട്ടിലെ ജനകീയ വിഷയങ്ങളും ഉയർത്തിക്കാട്ടിയാണ് ഇത്തവണ പ്രചരണത്തിൽ മാത്യൂസ് സജീവമാകുന്നത്. ശാന്തസുന്ദരമായിട്ടുള്ള ഒരു നാടാണിത്. പൊന്നുകുളം തോടെന്ന് പറഞ്ഞ ഏറ്റവും മെയിൻ തോട്. അതിൻ്റെ നേരെ 50 മീറ്റർ മാറിയാണ് നിങ്ങളിതേ കാണുന്ന ഫ്ലൈവുഡ് ഫാക്ടറി ആരംഭിക്കാൻ പോകുന്നത്. അത് യാതൊരു സുരക്ഷാ മാനദണ്ഡമോ അനുമതിയോ ഇല്ലാതെ ആണ് ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നത്. ഞങ്ങളിത് പഞ്ചായത്തിൽ ഇതിനെ എതിർത്തുകൊണ്ട് ഞാൻ പ്രമേയം അവതരിപ്പിച്ചപ്പം അതിവിടെ പരാജയപ്പെടുകയുണ്ടായത്. അമോണിയം പ്ലാന്റിന് വരെ ഇവിടെ അനുമതിക്ക് വേണ്ടി അപേക്ഷിച്ചു. അതും ഞങ്ങൾ തടഞ്ഞിട്ടിരിക്കുകയാണ്. അതൊക്കെ പിൻവാതിലൂടെ വരുന്ന ഒരു ഉണ്ട്. അത് ഗൗരവമായി കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഇലക്ഷനെ നേരിടുന്നു, മത്സരിക്കുന്നു. എങ്ങനെയെങ്കിലും വോട്ട് പെട്ടിയിലാക്കുക എന്നത് തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളുടെയും ലക്ഷ്യം. അതിൽ ഒരാളാണ് മാത്യൂസും. ഇങ്ങനെ വ്യത്യസ്തനാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. കോട്ടയത്ത് നിന്ന് ഷിജു ചവറയ്ക്കൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.